ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷുവർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് ഇംഗ്ലീഷ് സിലബസിലെ യൂണിറ്റ് 2 ഡീറ്റെയിൽ അനാലിസിസ് ആണ്. ഇതിനോടൊപ്പം നമ്മൾ യൂണിറ്റ് 1 അനാലിസിസ് നടത്തി കഴിഞ്ഞതാണ്. അപ്പോൾ പ്രധാനമായി ഈ ഒരു വീഡിയോയുടെ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മുന്നിലുള്ള സെറ്റ് ഇംഗ്ലീഷ് ജൂലൈ മാസം നടക്കാൻ പോകുന്ന എക്സാമുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 90ഓളം ദിവസങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇനിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ അക്കാഡമി എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫേവർ എന്ന രീതിയിൽ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഏതാനും സീറ്റ്സ് കൂടി ലഭ്യമാണ്. ആ ഒരു വിവരം അറിയിക്കുകയാണ്. ക്രാഷ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും ക്രാഷ് ബാച്ചിലൂടെ എന്തൊക്കെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തതാണ്. എങ്കിൽ കൂടി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ PDF മെറ്റീരിയൽസ്, ഓരോ യൂണിറ്റ് 6 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ആ 6 യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള PDF മെറ്റീരിയൽസ് ഉണ്ടാവും. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. കൂടാതെ ഓരോ യൂണിറ്റ് കഴിയുന്നതനുസരിച്ച് മോക്ക് എക്സാമുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ വീഡിയോസ്, പിന്നെ ലാസ്റ്റ് മോഡൽ എക്സാമാണ്. അപ്പോൾ ഇത്രയും രീതിയിൽ വരുന്ന ഫീച്ചേഴ്സും സ്ട്രക്ചറുമാണ് ക്രാഷ് കോഴ്സിൽ വരുന്നത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താരതമ്യേന കുറഞ്ഞ ഫീസാണ് ക്രാഷ് ബാച്ച് നമ്മൾ ഈടാക്കുന്നത്. അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ദിവസം വളരെയധികം കുറവാണ്. അപ്പോൾ മാക്സിമം പഠിക്കണം. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, റിവിഷൻ കൂടി ചെയ്യാനുള്ള സമയം കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ അഡ്മിഷൻസ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് കിടക്കാം. അപ്പോൾ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ബിഗിനിങ് ഓഫ് റൊമാൻറ്റിസിസം മുതൽ ദി ഏജ് ഓഫ് വിക്ടോറിയൻ, അതായത് വിക്ടോറിയനിസം ഇല്ലെങ്കിൽ വിക്ടോറിയൻ പീരീഡ് വരെയുള്ള ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിമൈസ് വരെയാണ് ഈ ഒരു യൂണിറ്റ് 2 ഫോക്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, പേഴ്സീസ് റെലിക്സ് ആണ്. അതായത് ഒരു കളക്ഷൻ ഓഫ് ബാലറ്റ്സ് ആണ്. അപ്പോൾ ബാലറ്റ്സ് എന്താണെന്നുള്ള ചോദ്യം നിർബന്ധമായി അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അത് എപ്രകാരമാണ് മറ്റ് ലിറ്റററി ഫോമിൽ നിന്നും ഡിഫറൻ്റ് ആകുന്ന കാര്യം മനസ്സിലാക്കും. പിന്നെ ഏത് വർഷമാണിത് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കമ്പൈലേഷൻ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നീട് വരുന്ന ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് ലിറിക്കൽ ബാലഡ്സ്. ലിറിക്കൽ ബാലഡ്സ് വന്ന ഒരു വർഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രിഫസ് വന്ന ഒരു വർഷമുണ്ട്. നിർബന്ധമായിട്ടും ആ കാലയളവ് ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാം. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത് റൊമാൻറ്റിക് ലിറ്ററേച്ചറിൻ്റെ പില്ലേഴ്സാണ്, ഇല്ലെങ്കിൽ ലിറ്റററി ഫിഗേഴ്സാണ്. ആരൊക്കെയാണെന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിവുള്ളതാണ്. പ്രധാനമായിട്ടും വില്യം വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, സാമുവൽ ടൈലർ കോളറിഡ്ജ്, അതോടൊപ്പം തന്നെ ഷെല്ലി, ജോൺ കീറ്റ്സ്. അപ്പോൾ അത്തരം ലിറ്റററി ഫിഗേഴ്സും അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സും, ഇവിടെ തന്നിരിക്കുന്ന വർക്ക്സ് മാത്രം നോക്കിയാൽ പോരാ, ജസ്റ്റ് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. പിന്നീട് മനസ്സിലാക്കേണ്ട ബയോഗ്രഫി ലിറ്റററിയെ പോലുള്ള കുറച്ച് വർക്കുകളുണ്ട്. അതിൽ ഓരോ ചാപ്റ്ററിലും കുറച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഇതെന്തുകൊണ്ടാണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ചോദ്യമായിട്ട് വരാം. അപ്പോൾ ആ രീതിയിൽ അറിയണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഗോത്തിക് നോവലാണ്. അപ്പോൾ ഗോത്തിക് നോവലിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, സാധാരണ നോവലിൽ നിന്നും ഗോത്തിക് നോവൽ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാക്കുന്നത്, അതിൽ തന്നെ പ്രധാനപ്പെട്ട എക്സ്പോണൻസ്, ഇപ്പോൾ മേരി ഷെല്ലി ഉണ്ട്, ഫ്രാങ്കൻസ്റ്റീൻ പോലുള്ള വർക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഹൊറസ് വാൽപോൾ, അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ്, അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. അത് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്ന മൊഡ്യൂൾ 6 ഹിസ്റ്റോറിക് നോവൽ. ഹിസ്റ്റോറിക്കൽ നോവൽ വരുന്നത് വാൾട്ടർ സ്കോട്ട് തന്നെയാണ്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് വാൾട്ടർ സ്കോട്ടിൻ്റെ ആയാലും ജെയിൻ ഓസ്റ്റിൻ്റെ ആയാലും ഡൊമസ്റ്റിക് നോവൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ്, അതായത് നോവൽസ് ഒന്നും ക്രൊണോളജിക്കൽ ഓർഡറിൽ നിർബന്ധമായിട്ടും വായിച്ച് പഠിക്കണം. വാൾട്ടർ സ്കോട്ടിൻ്റെ നോവൽസ് പ്രധാനമായിട്ട് ഏകദേശം 10-30ഓളം നോവൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നോവൽസ് എന്ന് അറിയപ്പെടുന്ന അവയുടെ ഇയർ ഓഫ് പബ്ലിഷിംഗ് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. കൂടാതെ ജെയിൻ ഓസ്റ്റിൻ്റെ ലിറ്റററി വർക്ക്സിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറും അറിഞ്ഞിരിക്കണം. കൂടാതെ ജെയിൻ ഓസ്റ്റിൻ്റെ നോവൽസിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, ചിലപ്പോൾ ക്യാരക്ടേഴ്സ് തന്നിട്ട് ആ ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലുപരി ആ വർക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ക്രൊണോളജിക്കൽ ഓർഡറിലാക്കാനായിരിക്കാം ചോദ്യം വരിക. അപ്പോൾ നിർബന്ധമായിട്ട് അറിയേണ്ട സെക്ഷനാണ് ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയുന്ന സെക്ഷനിൽ വാൾട്ടർ സ്കോട്ടിൻ്റെ നോവൽസ് ക്രൊണോളജി, അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് നോവൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ജെയിൻ ഓസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സിൻ്റെ നോവൽസിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ. പിന്നെ പ്രധാനപ്പെട്ടം പ്രോസ് ഏരിയയിലാണ് ചാൾസ് ലാംബ്, വില്യം ഹാസ്ലിറ്റ്, ലേ ഹണ്ട്, ഡിക്വൻസി, തോമസ് ഡിക്വൻസി. അവരുടെയൊക്കെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതാണെന്ന് ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ധാരണ ഉണ്ടാക്കുക. അതിൻ്റെയൊക്കെ ഒരു 1 ലൈൻ സമ്മറിയും കൂടി അറിയാം. ഇതെന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്ന രീതിയിലുള്ള കാര്യം കൂടി നിർബന്ധമായിട്ട് അറിയണം. പിന്നെ ഫെമിനിസ്റ്റ് റൈറ്റിങ്ങിൽ വരുന്ന സബ്ജുഗേഷൻ ഓഫ് വിമൻ, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെ എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ, അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇയർ ഓഫ് പബ്ലിഷിംഗ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്ന സെക്ഷനാണ്. ദെൻ ബിഗിനിങ്സ് ഓഫ് ദി വിക്ടോറിയൻ ഏജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൊമാൻറ്റിക് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. നമ്മൾ നോക്കിയതാണ് പേഴ്സീസ് റെലിക്സ് മുതൽ
ഈ പറയപ്പെടുന്ന മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റിൻ്റെ എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് വരെ. ഇനി വരുന്നത് വിക്ടോറിയൻ ഏജ് ആണ്. അതിൽ തന്നെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വിക്ടോറിയൻ ഏജിൻ്റെ പ്രത്യേകത. ഇപ്പോൾ റൊമാൻറ്റിക് ഏജ് ആണ് വായിക്കുന്നതെങ്കിൽ റൊമാൻറ്റിക് ഏജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. കാരണം അവരുടെ ആ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്താണ്, നേച്ചറിന് പ്രാധാന്യം കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലെ നിയോ ക്ലാസിക്കൽ ഏജ് ഈ പറഞ്ഞ റൊമാൻറ്റിക് ലിറ്ററേച്ചറിന് എങ്ങനെയാണ് വ്യത്യാസമാകുക എന്ന രീതിയിലൊരു ബേസിക് ഓവർവ്യൂ ഇല്ലെങ്കിൽ അവെയർനെസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് ഓരോ കാര്യം മനസ്സിലാക്കാം. അപ്പോൾ രണ്ടാമത്തെ റൊമാൻറ്റിക് ലിറ്ററേച്ചർ കഴിഞ്ഞ് വരുന്ന ഒരു ഏജാണ്, ഏജ് ഓഫ് റൈറ്റിംഗ് ആണ് വിക്ടോറിയൻ ലിറ്ററേച്ചർ. അപ്പോൾ റൊമാൻറ്റിക്കിൽ നിന്ന് എങ്ങനെയാണ് വിക്ടോറിയൻ ഏജ് ഡിഫറെൻ്റ് ആകുന്നത്, ഇല്ലെങ്കിൽ എത്രത്തോളം ക്യാരക്ടറിസ്റ്റിക്സിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന രീതിയിൽ നിർബന്ധമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ആദ്യം നടത്തണം. പിന്നീട് വരുന്നതാണ് ആ മൊഡ്യൂൾ 11 പറഞ്ഞിരിക്കുന്ന 10 പറഞ്ഞ ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഡ്രമാറ്റിക് മോണലോഗ് എന്താണ്, അത് ആരാണ് കൊണ്ടുവന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട എക്സ്പോണൻ്റ് ആരൊക്കെയാണെന്ന രീതിയിൽ. ഇപ്പോൾ ബ്രൗണിംഗ് ആണ്, റോബർട്ട് ബ്രൗണിംഗ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സിൻ്റെ ബ്രൗണിങ്ങിൻ്റെ വർക്ക് ക്രൊണോളജിക്കൽ ഓർഡറിൽ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രീ റാഫ്ലൈറ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന രീതിയിൽ ചിലപ്പോൾ ചോദിക്കുക. അതിൻ്റെ കൂടെ വന്നിരുന്ന ആ റാഫ്ലൈറ്റ് മൂവ്മെൻറ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാർ ആരൊക്കെയെന്ന രീതിയിൽ ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് എന്ന രീതിയിൽ ചോദ്യം വരാം. ഇപ്പോൾ ഡി ജി റോസറ്റി ഒക്കെ പറയുന്ന AC സ്വിൻബേൺ, വില്യം മോറിസ് ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഫിഗേഴ്സാണ്. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട വിക്ടോറിയൻ പ്രോസ് ആണ്. അതിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്നത് മാത്യു അർണോൾഡ് തന്നെയാണ്. മാത്യു അർണോൾഡിൻ്റെ വർക്ക് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, കാലഘട്ടം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ ഓരോന്നിലും പറഞ്ഞിരിക്കുന്ന ഒരു 1 ലൈൻ സമ്മറി നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ വിക്ടോറിയൻ നോവലാണ്. നോവലിലേക്ക് വരുമ്പോൾ നിർബന്ധമായിട്ടും ചാൾസ് ഡിക്കൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹിസ്റ്റോറിക്കൽ നോവലിൽ പറയുന്ന സമയത്ത് വാൾട്ടർ സ്കോട്ടിൻ്റെയും, ഡൊമസ്റ്റിക് നോവലിൽ വരുമ്പോൾ ജെയിൻ ഓസ്റ്റൻ്റെയും നോവൽസിൻ്റെ ക്രോണോളജി പഠിക്കണം. ഇല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. അതേപോലെ അറിഞ്ഞിരിക്കുന്ന സെക്ഷനാണ് ചാൾസ് ഡിക്കൻസിൻ്റെ പ്രധാനപ്പെട്ട നോവൽസിൻ്റെ ക്രോണോളജി, ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട നോവൽസിൽ അടങ്ങിയിരിക്കുന്ന ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചിരിക്കണം. പ്രധാനമായ ചോദ്യമാണ്. പിന്നെ വരുന്നത് ബ്രോണ്ടെ സിസ്റ്റമാണ്, എമിലി ബ്രോണ്ടെ. അപ്പോൾ അതുപോലുള്ള ക്യാരക്ടേഴ്സ്, ഷാർലറ്റ് ബ്രോണ്ടെ, അവരുടെയൊക്കെ പെൻ നെയിം ഉണ്ടാവും, ഇല്ലെങ്കിൽ സ്യൂഡോണിം ഉണ്ടാവാം. ആനി ബ്രോണ്ടെ, അപ്പോൾ അവരുടെയൊക്കെ ആക്ടൻ ബെൽ, അങ്ങനെ പല രീതിയിലുള്ള സ്യൂഡോണിം ഉണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് അതറിഞ്ഞിരിക്കണം. പിന്നീട് വരുന്ന വിക്ടോറിയൻ ഡ്രാമ, അതായത് പ്രധാനമായിട്ടും ജോർജ് ബെർണാഡ് ഷോ, ഓസ്കാർ വൈൽഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിയാം. പിന്നെ മെക്കോളസ് മിനിറ്റ്, അത് ഏത് വർഷമാണ്, അത് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് 2 കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ യൂണിറ്റ് 2 എന്തൊക്കെ സ്കിപ്പ് ചെയ്യണമെന്ന രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞത് മാത്രം ഒന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നിർബന്ധമായിട്ടും 1 ലൈൻ ഓരോ ഈച്ച് ആൻഡ് എവറി സെക്ഷൻ നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഒന്നും വിട്ടു പോകരുത്. അതേസമയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരു യൂണിറ്റിനെ കുറിച്ച് ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഈ കുറഞ്ഞ സമയം കൊണ്ട് നോക്കി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞിട്ടുള്ളതായ സെക്ഷൻ ഒരു കാരണവശാലും വിട്ടുപോകരുത്. അപ്പോൾ യൂണിറ്റ് 1 നമ്മൾ ഇതോടൊപ്പം തന്നെ കവർ ചെയ്തു, യൂണിറ്റ് 2 കവർ ചെയ്തു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ യൂണിറ്റ് 3യുടെ വീഡിയോയും ഈ ഒരാഴ്ച വരുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ക്രാഷ് ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട. ഇനിയുള്ള സമയമെങ്കിലും കൃത്യമായ രീതിയിൽ നമ്മുടെ അക്കാഡമിയോടൊപ്പം ചേർന്ന് തന്നെ നിങ്ങൾക്ക് സെറ്റ് ഇപ്രാവശ്യം തന്നെ നേടിയെടുക്കാനായി സാധിക്കട്ടെ. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷോർ അക്കാഡമി. താങ്ക് യു.